ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഉഴുന്നും റവയും വെച്ചുകൊണ്ടുള്ളൊരു ഇഡ്ഡലി. നമ്മൾ സാധാരണ അരിയും ഉഴുന്നും വെച്ചിട്ടല്ലേ ഇഡ്ഡലി ഉണ്ടാക്കാറ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ റവ ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് ഇതേമാരത്തെ പാക്കറ്റ് വാങ്ങിയിട്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിട്ട് കിട്ടി. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ആ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇത് നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്ന റവയല്ല കേട്ടോ, കുറച്ചും കൂടെ പൊടിയായിട്ടുള്ള റവയാണ്. നമ്മൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ചോദിച്ചാൽ കിട്ടും. ഇഡ്ഡലി റവ എന്ന് പറഞ്ഞിട്ട് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. റവ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇവിടെ ഈ ഒരു കപ്പില് 1 കപ്പ് ഉഴുന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 4 മണിക്കൂറാണ് കുതിർക്കേണ്ടത്. അതിലധികം വേണ്ട കേട്ടോ. 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം. ഇനി അതേപോലെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഉഴുന്നിന് 2.5 കപ്പ് റവ. അത് ഞാൻ ഇവിടെ അളന്ന് വെച്ചതാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇഡ്ഡലി റവ തന്നെ എടുക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ അളന്ന് വെച്ചതാണ് 2.5 കപ്പ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചില്ലേ, ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ അളവ് എടുക്കുന്ന സമയത്ത് ഉഴുന്ന് നമ്മൾ ഏത് അളവിനാണോ എടുത്തത് അതേ അളവിലാണ് കേട്ടോ ഇത് ഇഡ്ഡലി റവ എടുക്കേണ്ടത്. ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, വെള്ളം ഒഴിച്ച് വെക്കുന്ന സമയത്ത്. ഈ ഉപ്പ് ഇടുന്നത് എന്തിനാന്നറിയോ? ഇഡ്ഡലിക്ക് നല്ലൊരു വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ മാവിലേക്കുള്ള ഉപ്പല്ല കേട്ടോ, അത് നമ്മൾ വേറെ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇനി ഇത് രണ്ടും 4 മണിക്കൂർ കുതിർന്നതിന് ശേഷം അരയ്ക്കുമ്പോൾ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഉഴുന്ന് നമ്മൾ സാധാരണ അരച്ചെടുക്കുന്ന പോലെ തന്നെ നോർമലി അങ്ങനെ അരച്ചെടുക്കാം. ഇതെന്താ ചെയ്യറവ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന് അപ്പൊ കാണിച്ചു തരാം. ഉഴുന്ന് വെള്ളത്തിൽ കുതിർക്കാണ്ടിട്ട് ഏകദേശം 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിത് അരച്ചെടുക്കാം. ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ മിക്സർ ജാറിലോ ഏതെങ്കിലും ഒന്നിൽ അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സാധാരണത്തെ പോലെ നമ്മൾ അരക്കുന്നില്ലേ അതേപോലെ അരച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് ആടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഓഫ് ചെയ്തിട്ട് വാങ്ങാം. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. മാവിൽ ആ പാത്രത്തേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് റവ ഉണ്ടല്ലോ, റവ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചല്ലേ, അത് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുക്കണം. അത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അത് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കൈ കൊണ്ട് തന്നെ. വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം ഇഡ്ഡലി മാവ് നമ്മൾ ഏതാ കൺസിസ്റ്റൻസി അറിയാലോ, അതിനനുസരിച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് അരി അരയ്ക്കും വേണ്ട, കുതിർക്കും വേണ്ട, ഒന്നും വേണ്ട. വളരെ ഈസി അല്ലേ? അപ്പൊ ഇതേമാതിരി എല്ലാവരും ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കി വെക്കും. നല്ല ഹെൽത്തിയാണ്, പണി സിമ്പിളാണ്. അപ്പൊ നാളെ രാവിലെ ഇത് പൊങ്ങിയതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ആവശ്യത്തിന് ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഉപ്പിട്ടിട്ട് ഉപയോഗിക്കാം.
നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയായിട്ട് കിട്ടിയിട്ടുണ്ട്.